ഹായ്, വെൽക്കം ടു അയലത്തെ മലയാളി യൂട്യൂബ് ചാനൽ. കുടജാദ്രിയിൽ കുട ചൂടുമാ കുടമുല്ലപ്പൂവിനും പ്രണയം. ആരാ പാടിയത്? ഞാനല്ല. ബിഗ് ബോസിലെ ഗായകർ അക്ബർ ആൻഡ് നെവിൻ. അവിടെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ഫ്രെയിമുണ്ട്. അനീഷേട്ടൻ ഒരു സൈഡിൽ നിന്ന് അരിയുന്നു, മറ്റേ സൈഡിൽ കിച്ചൺ ബെഞ്ചിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അനുമോള് നിൽക്കുന്നു. ആ സമയത്ത് വളരെ വ്യക്തമായിട്ട് അനീഷ് ഒരു കാര്യം പറയുകയാണ്. അതെ, എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഞാനത് എതിർഭാഗത്തോട് പറഞ്ഞു. പക്ഷേ അതവിടെ സമ്മതമായിരുന്നില്ല. നോ എന്ന് കേട്ടപ്പോൾ ഞാനത് വിട്ടു. ഇനി ഇത് പറയരുത്. ഇനി ഈ കണ്ടന്റ് എടുത്തിടരുത്. അങ്ങനെയുള്ള രീതിയിൽ അനീഷ് പറയുമ്പോൾ അക്ബർ പറയാണ്, ശരിയാണ്, വേണ്ട, അവിടെ തീർന്നു. പക്ഷെ നെവിൻ അന്നേരം പറയാണ്, ഇല്ല, എൻ്റെ അനീഷേട്ടനെ വേദനിപ്പിച്ചുള്ള ഒരാളും രക്ഷപ്പെടില്ല. ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് നെവിൻ്റെ ഒരു ബ്രില്യൻസ് ഉണ്ട്. പുറത്തുള്ള അനീഷ് ആർമി കീ ജയ്, അനീഷ് ആർമി കീ ജയ് എന്നൊക്കെ പറയാൻ എനിക്കറിയത്തില്ല. ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ എത്ര വിദഗ്ധമായിട്ടാണ് നെവിന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ബ്രില്യൻ ഗെയിമറാണ് കേട്ടോ, ബ്രില്യൻസ്. പക്ഷേ അനീഷിൻ്റെ ബ്രില്യൻസിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഫൈനൽ വീക്കാണ്. ഈ ഫിനാലെ വീക്കിന് മുമ്പ് പുറത്തുള്ളവർ വരും. പുറത്ത് ഉള്ളവർ വന്നു കഴിയുമ്പോൾ ഈ പ്രണയത്തിൻ്റെ കണ്ടന്റ് എടുത്തിട്ട് തന്നെ ക്രൂശിക്കരുത്, അല്ലെങ്കിൽ അനുമോളെ ക്രൂശിക്കരുത്. ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് അതുകൊണ്ടാണ് മുനിഷി വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുനിഷിയുടെ വായ്ക്ക് അടയിട്ടുകൊണ്ട് അടപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഇത് ഞങ്ങൾ രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങളത് പറഞ്ഞു തീർത്തു, വേറൊരുത്തിൻ്റെ ഓശാരം ഇവിടെ വേണ്ട എന്ന രീതിയിൽ അനീഷേട്ടന് പറയാൻ സാധിച്ചത് അനീഷേൻ്റെ ഒരു ബ്രില്യൻസ് ആണ്. എന്താണ്, രാവിലെ തന്നെ നമ്മൾ കണ്ടു, അവിടെ ഊഞ്ഞാലിരുന്ന് കണ്ട് അനീഷ് പറയുകയാണ്, അതെ, അനീഷും അനുമോളും കൂടെ ഇരുന്നത് പറയുകയാണ്, എനിക്കൊരു പ്രണയം തോന്നി, അതുകൊണ്ട് ഞാനത് പറഞ്ഞു. അപ്പോൾ അവിടെ ഇല്ലയെന്ന് മനസ്സിലാക്കി. അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയി. ഇതോടുകൂടി ഇപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷമാണ്. എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സോറി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൽ അനീഷ് പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞു വെച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അനുമോളുടെ ചേഷ്ട കണ്ടുകൊണ്ട് എനിക്ക് ഒരു പ്രണയം തോന്നി. ശരിയല്ലേ? എന്തേലും ചേഷ്ടകളായിരുന്നു. രണ്ട്, അതുകൊണ്ട് ഞാൻ ഐ ലവ് യു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോളുടെ റിപ്ലൈയിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതൊരു നോയാണ് എന്ന്. നോ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ 4, ഞാനത് വിട്ടു. 5, അങ്ങേയറ്റ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി അദ്ദേഹം പറയുകയാണ്, സോറി, എന്തെങ്കിലും തരത്തിൽ വേദന ഉണ്ടായെങ്കിൽ സോറി. 6, ഇനി എൻ്റെ മനസ്സ് ശാന്തമാണ്, സമാധാനമാണ്. 7, ഇനി ഇത് പറയരുത്, ഇനി ഇത് ചർച്ച ചെയ്യരുത്. അവസാനമായിട്ട് 8-ാമതായിട്ടും പറയാണ്, ദിസ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ഈ സംഭവം ഇവിടെ തീർന്നിരിക്കുന്നു. പക്ഷെ അനുമോൾക്ക് ഇതൊരു കണ്ടന്റ് അല്ലേ? അനുമോൾക്ക് ഇത് വിട്ടു പോകാൻ സാധിക്കുമോ? അനുമോൾ അന്നേരം തന്നെ അടുത്ത ചോദ്യമാണ് എന്നെ ഏറ്റവും വീണ്ടും അനുമോളെ കൂടുതൽ ഇഷ്ടമില്ലാതാക്കി തീർത്തത്. എന്നോട് വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എന്നോട് ഇഷ്ടമാണ് എന്ന് ചേട്ടന് തോന്നിയത്? ഓർത്തേക്ക്. അനീഷ് ഒരു ഉത്തരവും പറയുന്നില്ല, ക്ലോസ്ഡ് ആണ്. അനീഷ് എന്നിട്ട് പോകുന്നു. ഉടനെ ഓടി പോവുകയാണ്, ഇല്ലില്ല, ഈ കണ്ടന്റ് എനിക്ക് ഫിനാലെ വരെ പോകേണ്ടതാണ്. അതുകൊണ്ട് ഓടിച്ചെന്നിട്ട് അതിലൂടെ പറയാണ്, അതെ, അനീഷേട്ടന് എൻ്റെ അടുത്ത് വന്നു, സംസാരിച്ചു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രദർ എന്ന വാക്കെടുത്ത് ഉപയോഗിച്ചു. ശ്രദ്ധിക്കുക, ഉപയോഗിച്ചു. സഹോദരൻ, സഹോദരി, അപ്പൻ, അമ്മ, ബന്ധങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ളതാണോ? അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു മനോഭാവത്തിൽ നിന്ന് വരുന്നതാണ്. അറിയാതെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളല്ല അത്. അതൊരു മനോഭാവത്തിൽ നിന്നാണ് നമ്മുടെ വാക്കുകൾ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് വീണ്ടും അതിലും മ്ലേച്ഛമായിട്ടുള്ള കാര്യം അനുമോൾ പറയുന്നത്. എന്താണ്, അയാൾ ഇഷ്ടമല്ല, അയാളോട് ഞാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തെങ്കിലും ഇനിയും ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് അനീഷ് എന്ന ഗെയിമറെയും വ്യക്തിയെയും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കുകയാണ്, ഇതുപോലെയുള്ള ആളുകൾ എങ്ങനെ പെരുമാറുമെന്ന്. ഇതുപോലെയുള്ള എന്നെപ്പോലെ സെലിബ്രിറ്റിയായിട്ട് പിന്നാലെ നടക്കുന്ന ഇതുപോലെയുള്ള സാധാരണക്കാരായ കൃഷിക്കാരായ നിങ്ങളെപ്പോലെയും എന്നെപ്പോലെയും ഉള്ള ആളുകളുടെ
എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇവര് പെട്ടെന്നൊന്നും വിടില്ല. ഇവര് വീണ്ടും പ്രതീക്ഷ വെച്ചോണ്ട് ഒലിപ്പിച്ചോണ്ട് എൻ്റെ പിന്നാലെ വരും. അപ്പോൾ അതെനിക്കൊരു കണ്ടന്റ് ആകും. പിന്നെ ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് 2 ദിവസം കാണാതെ വന്ന് കഴിയുമ്പോൾ എൻ്റെ അവരുടെ മെസ്സേജിന് ഞാൻ റിപ്ലൈ കൊടുക്കാതെ വന്ന് കഴിയുമ്പോൾ അവർ ഇട്ടിട്ട് പോകും. എന്താണല്ലേ ഇത്? ഇതാണ് ഈ ഒരു വ്യക്തിത്വത്തിന്റെ ശോഷണം. പല പ്രാവശ്യം പല വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ ജീവിതത്തിന്റെ എന്ത് വികാരങ്ങളെയും വിചാരങ്ങളെയും എടുത്തെടുത്ത് കഴിഞ്ഞാലും അതിനെ എല്ലാം ഇങ്ങനെ വക്രീകരിച്ച് കാണുന്ന, ഇങ്ങനെ സ്വന്തം ലാഭഭുക്തിക്കും സ്വന്തം സന്തോഷത്തിനും വേണ്ടി മാത്രം കാണുന്ന ഒരു പ്രതിപക്ഷ ബഹുമാനം ഒന്ന് പോട്ടെ, മറ്റുള്ളവരെ എങ്ങനെ അടിച്ച് താഴ്ത്താം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനോഭാവം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് അനീഷിന് കൊടുക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ വോട്ടുകൾ അനീഷിന് കൊടുത്ത് നമുക്ക് വിജയിപ്പിക്കാം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.